ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് പുറത്തൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് രാവിലെ എണീറ്റതും. ഇത് എൻ്റെ ഫ്രണ്ട് വരും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. ഇത് നമ്മുടെ പ്ലമ്മിൻ്റെ റൈസ് ടോണറാണ്. നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സൺസ്ക്രീം ഇട്ട് കൊടുക്കാം. ഈ ചൂടത്ത് മോയ്സ്ചറൈസറൊക്കെ ഇടുമ്പോൾ ഞാനൊരു വലിയ, അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീം മാത്രമേ ഇടുന്നുള്ളൂ. നമ്മുടെ ഫോക്സ്ടെയിലിൻ്റെ ഗോൾഡൻ ഹവർ ഗ്ലൂ സൺസ്ക്രീം. നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് പോകാനുള്ളടത്തൊന്നും അങ്ങനെ പെട്ടെന്നല്ല, പൊതുവെ അങ്ങനെ ഐലൈനർ അങ്ങനെ യൂസ് ചെയ്യലില്ല. പക്ഷെ ഇന്നങ്ങ് ഇട്ടാലോ എന്നുള്ളൊരു ഇടാനായിട്ടൊരു ത്വര നമുക്കപ്പം ഇടാം. രണ്ടായി ഓക്കെ അല്ലേ? സെറ്റ്. ഇനി ലിപ്സ്റ്റിക് ഇടാം. ഫസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ലിപ് ബാം നല്ലതുപോലെ ഇട്ടു. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ലിപ് ബാം അങ്ങ് സെറ്റാവും. ആ സമയത്ത് ഇതുപോലെ ടിഷ്യൂ എടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇത് മാമാ എർത്തിൻ്റെ റഷ്യൻ പഞ്ച്. ഇത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, മുടി കിട്ടുന്ന പരിപാടിയാണ് ഏറ്റവും പാട്. കാര്യം ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ഇങ്ങനെയായിട്ട് ഓക്കെയാണ്, പക്ഷെ ഭയങ്കര ചൂടാണ്. പിന്നെ എനിക്ക് അറിയത്തില്ല, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ കാണാൻ പ്രാന്തികളെ കൊണ്ട് അങ്ങനെ ഞാൻ തന്നെ കെട്ടിവെക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാറുള്ളത്? പെർഫ്യൂം. ഞാൻ സ്റ്റുഡിയോയിൽ പെർഫ്യൂം. ഞാൻ ഈ ഒരു ടീഷർട്ടും കൂടെ ഈ ഒരു ബ്ലാക്ക് ജീൻസ് നമുക്ക് താഴെ പോയി ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ഉമ്മ അടിക്കും. അപ്പോൾ രാവിലെ ഇന്ന് കഴിക്കാൻ ദോശയും സാമ്പാറാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നു. ഞങ്ങൾ രണ്ടാളും കൂടെ നേരെ ആദ്യം പോയത് അവൾക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങോട്ടാണ് പോയത്. അങ്ങോട്ട് പോയിട്ട് ഞാൻ ആ ചൂടത്ത് പുറത്ത് കുറേ നേരം അവളെയും കാത്ത് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അവിടെ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് കേട്ടോ, അവിടെയും നല്ല ചൂടാണ്. അകത്ത് കയറിയ AC ഒക്കെ ഉണ്ടെങ്കിലും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പോകാനൊരു മടിയേത്. അങ്ങനെ ഞാൻ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൾ വന്നു. ഞങ്ങൾ നേരെ പോയത് അവൾക്ക് ഹെയർ കട്ടും കളറിങ്ങും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഞങ്ങളെ പഠിപ്പിച്ച മാമാണ് കേട്ടോ. ഹെയർ കട്ടും കളറിങ് ഒക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഞാനും ചെറിയൊരു പരിപാടിയിലായിരുന്നു കേട്ടോ. അവൾക്കൊന്ന് വാക്സ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ വാക്സ് ചെയ്ത് കൊടുക്കാമായിരുന്നു. അങ്ങനെ ഈ വാക്സിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഹെയറും സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാം ഇവിടെ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഹെയർ സെറ്റിങ്ങും കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊന്ന് മാമിന് പണി കൊടുത്തു. എൻ്റെ ദിഗംബരനെ പോലുള്ളത് ആ പിരുക്കം ഈ പിരുക്കത്തിലോട്ടൊന്ന് ആക്കിയെടുക്കാനായിട്ട്.
അങ്ങനെ ഇവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നേരെ ദാ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പം നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് എന്നെ ഇവള് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. ബസ് കയറിയാണ് ഞാൻ വീട്ടിൽ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. നേരെ വീട്ടിലെത്തി. നല്ല ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ പോയിട്ട് ഒന്നും നോക്കിയില്ല, ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു, ബിരിയാണിയും കഴിച്ചു. ബിരിയാണി കഴിച്ചിട്ടാണ് ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയത്. ഇനി അടുത്തൊരു ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ വൈകിട്ടത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. മിക്ക വീക്കെൻഡും ബീച്ചിലോട്ട് പോവാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ദിവസം, ചിലപ്പോൾ ചില സൺഡേസ് ഞങ്ങൾക്ക് പോകാൻ പറ്റാറില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അല്ലാതെ ഞങ്ങൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈകിട്ട് ബീച്ചിലോട്ട് പോവാറുണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ ബീച്ചിലോട്ടാണ് പോയത്. അങ്ങനെ ഞാനൊരു കോഫിയും അവളൊരു ടീയും മേടിച്ചു. ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയിരുന്നു. മിക്ക വീക്കെൻഡ്സും ഞങ്ങൾ ഈ ബീച്ചിൽ വന്ന് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാം എന്തോ ആ ഒരു ഈവനിങ് കൊണ്ട് തന്നെ കുറച്ചൊന്ന് കാമായതുപോലെ ഫീൽ ആവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇതൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ വിശേഷങ്ങൾ. ഇനി എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.